ഹായ് ഓൾ, എല്ലാവർക്കും അമീൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഓരോ വീട്ടമ്മമാർക്കും വളരെയേറെ പ്രയോജനപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. 3-4 ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറന്നു പോവരുതേ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ചിലപ്പോഴൊക്കെ നമ്മൾ പാത്രം എടുക്കുന്ന സമയത്ത് ഇതുപോലെ 2 പാത്രങ്ങൾ ഇതേപോലെ കുടുങ്ങി കിടക്കാറുണ്ട്. ആ ഒരു സമയത്ത് അത് നമുക്ക് വേർതിരിച്ചെടുക്കാൻ നല്ല പാടായിരിക്കും. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ഇത് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ടിപ്പ്. അപ്പോൾ ഇതുപോലെ കുടുങ്ങിയിട്ടുള്ള പാത്രം എടുക്കുക, എന്നിട്ട് ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പിലേക്ക് ഇതേപോലെ ടാപ്പ് ഒന്ന് തുറന്നു കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇതേപോലെ ഇങ്ങനെ വെള്ളമാക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമുക്കിത് റിമൂവായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ കണ്ടില്ല, ഈ ഒരു ഗ്യാപ്പിലേക്ക് തന്നെ ആ വെള്ളം ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ സമയം തന്നെ നമ്മൾ ആ ഒരു പാത്രം ഒന്ന് വലിക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് പോകുന്നു കേട്ടോ. ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം. രണ്ടാമത്തെ ടിപ്സ് ഒരു കുഞ്ഞ് ടിപ്സ് തന്നെയാണ്. ഞാനൊരു കത്രിക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കത്രിക ചെറുതാണെങ്കിലും അതിൻ്റെ കൂർപ്പ് തട്ടിയിട്ട് നമ്മൾ ബാഗിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു ബാഗിൻ്റെ ഉള്ളിലുള്ള നൈസായിട്ടുള്ള തുണിയൊക്കെ കീറി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ അതൊന്നും ഇല്ലാതെ എത്ര മൂർച്ച കൂടിയിട്ടുള്ള കത്രികയായാലും സേഫായിട്ട് നമുക്ക് ബാഗിലിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐഡിയ ആണ് നെക്സ്റ്റ് ടിപ്പ്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെയുള്ളൊരു പെൻ ക്യാപ്പാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മളിതൊക്കെ വലിച്ചെറിയാറാണ് പതിവ്. എന്നാൽ ഇതുപോലെയുള്ള ക്യാപ്പുകൾ വെച്ചിട്ട് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കുറച്ച് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാപ്പ് കത്രികയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഇത് നല്ല പോലെ ലൂസാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആ ഒരു ക്യാപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുക്കുക. അപ്പോൾ അത് നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഒരു ലിഡ് നന്നായിട്ട് തന്നെ ടൈറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബാഗിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ കീപ്പ് ചെയ്യാം. നമ്മുടെ എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലോ അതല്ലെങ്കിൽ ബാഗിലോ എന്തെങ്കിലും തട്ടിയിട്ട് ഒന്നിനും ഡാമേജ് ഇല്ലാതെ സേഫായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മക്കളുടെ മരുന്നാണ് കേട്ടോ. ഈ മരുന്നിൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെ അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ പല മരുന്നുകളിലും എക്സ്പയറി ഡേറ്റിൻ്റെ കളർ ചിലതൊക്കെ നല്ല കളർഫുള്ളായിരിക്കും, ചിലത് കളർ മങ്ങിയിട്ടാവും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു 3 ബോട്ടിലായാലും ഈ ഒരു ബോട്ടിലൊക്കെ മെഫ്താലിൻ്റെ ബോട്ടിലൊക്കെ നല്ലപോലെ ക്ലിയർ ആയിട്ട് തന്നെ ഉണ്ട്. എന്നാൽ ഈ ഒരു ബോട്ടിൽ കണ്ടോ, അത്യാവശ്യം കളർ മങ്ങിയിട്ടാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മരുന്നെടുക്കുന്ന സമയത്തായാലും വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളർ മങ്ങിപ്പോവും. അങ്ങനെയുള്ള സമയത്ത് നമുക്കത് കാണാനായിട്ട് പാടാണ്. അപ്പോൾ നമ്മൾ എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാണ്ടായിട്ട് വരും. വീണ്ടും നമ്മൾ മെഡിസിൻ വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷും പോകും. എന്നാൽ അതൊന്നും ഇല്ലാതെ നമ്മൾ മരുന്നൊക്കെ വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡിയാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇതുപോലെയുള്ള ഒരു ഇൻസുലേഷൻ ടാപ്പാണ് കേട്ടോ. ഒരു ചെറിയ പീസൊന്ന് എടുത്തതിന് ശേഷം ആ മരുന്നിൻ്റെ എക്സ്പയറി ഡേറ്റ് വരുന്ന ഭാഗത്ത് ഇതേപോലെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ബാലൻസ് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാലും വെള്ളമോ അതല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് മരുന്നോ കഴിഞ്ഞാൽ പേപ്പർ ദ്രവിച്ചു പോവുകയൊന്നുമില്ല. ആ ഒരു മരുന്ന് തീരുന്നത് വരെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മരുന്ന് വാങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ റെമഡിയാണ്. വളരെ കുറഞ്ഞ സമയം മതി ഈ ഒരു ടിപ്പിനൊക്കെ, പക്ഷേ ഒത്തിരി നമുക്ക് ലാഭമാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ 2 മെഡിസിനിൽ ഞാൻ ഇൻസുലേഷൻ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഇൻസുലേഷൻ പീസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണിത്. കുഞ്ഞു മക്കൾക്കായാലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു മരുന്നിൻ്റെ എൻഡിങ് വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. സാധാരണയായിട്ട് നമ്മൾ ഡോറൊക്കെ ഇതേപോലെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷിക്കാത്ത സ്പീഡിലൊക്കെ വന്ന് അടയാറുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ കൈ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കൈ നന്നായിട്ട് വേദനിക്കാറുണ്ട്. അതുപോലെ തന്നെ ചില സമയത്തൊക്കെ കൈയിൻ്റെ ആ ഒരു ഭാഗം കല്ലിച്ച് വരാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ് നെക്സ്റ്റ് ടിപ്പ്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ ഉള്ള പെൻ ക്യാപ്പാണ് കേട്ടോ. അപ്പോൾ ഏത് പെൻ ക്യാപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ മുകൾ വശത്ത് കുറ്റിയിടുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനുള്ളിലേക്ക് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. ഇറക്കി വെച്ചതിന് ശേഷം ഫ്രണ്ട് ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. നന്നായിട്ട് ആ ഒരു പെൻ ക്യാപ്പ് നന്നായിട്ട് തന്നെ ഇറങ്ങി നിൽക്കണം, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. ഇതേപോലെ പെൻ ക്യാപ്പ് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും
നന്നായിട്ട് ആ ഡോറ് ക്ലോസ് ആവില്ല. അതിനിടയിൽ ഒരു കുഞ്ഞ് ഗ്യാപ്പ് ഉണ്ട്. അപ്പം നമ്മുടെ കൈ അതിനുള്ളിലുണ്ടെങ്കിൽ പോലും നമ്മുടെ കൈയിന് മുറിവോ ചതവോ ഒന്നും പറ്റില്ല. സേഫായിട്ട് തന്നെ നമുക്ക് ഡോറ് അടച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഞാൻ ഈ ഡോറ് ക്ലോസ് ചെയ്ത സമയത്ത് ഈ ഒരു ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതിനിടയിൽ കുഞ്ഞു മക്കളുടെ കൈ ആണെങ്കിൽ പോലും ഒട്ടും മുറിവോ ചതവോ ഒന്നും പറ്റില്ല. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോകാം. ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ ശല്യം ചെയ്യുന്ന ജീവികൾ തന്നെയാണ് പല്ലി, പാറ്റ, കൂറ, അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ. പ്രത്യേകിച്ചും കിച്ചണിലൊക്കെ സിങ്കിലൊക്കെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവാറുണ്ട്. സിങ്കിൻ്റെ ഹോൾസിലൂടെയാണ് കേട്ടോ ചെറിയ പ്രാണികളൊക്കെ നമ്മുടെ കിച്ചണിലേക്ക് കയറി വരാറുള്ളത്. എന്നാൽ ഒട്ടും പ്രാണി ശല്യം ഇല്ലാതെ നമ്മുടെ അടുക്കളയൊക്കെ ക്ലീനായി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐഡിയ ആണ് ഇന്നത്തെ എൻ്റെ അവസാനത്തെ ടിപ്പ്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു നാരങ്ങയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്കായിട്ട് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ഗ്ലാസ് സാധാരണ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ വിനെഗറോ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഈ വെള്ളവും നാരങ്ങയും മഞ്ഞൾപ്പൊടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കുറച്ചൊന്ന് കുറുകി വരണം കേട്ടോ. മാത്രമല്ല നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ നാരങ്ങയൊക്കെ നല്ല പോലെ വെന്ത് നാരങ്ങയുടെ സത്ത് മുഴുവൻ ആ ഒരു വെള്ളത്തിലേക്ക് ചേർന്ന് കിട്ടണം. അപ്പോൾ ഈ വെള്ളം നല്ലപോലെ തിളച്ച് വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ചൊന്ന് വെള്ളം വറ്റി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് അതേ രീതിയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നാരങ്ങയൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടായിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം പകുതിയിലേറെ വറ്റിപ്പോയിട്ടുണ്ട്. നാരങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുമുണ്ട്. ഇനി ഇത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഈ നാരങ്ങയുടെ ഉള്ളിലുള്ള സത്ത് മുഴുവൻ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. തൊലി മാത്രമേ നമുക്ക് പുറത്തേക്ക് എടുക്കാനുണ്ടാവുള്ളൂ. ഇത് നല്ലപോലെ ചൂടാറിയിട്ടൊന്നുമില്ല, അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. ആ ഒരു ചൂടോട് കൂടി തന്നെ ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് വൈകുന്നേരം പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം സിങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ട് ആ ഒരു ഹോളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ നമ്മുടെ കിച്ചണിലേക്ക് ചെറിയ ചെറിയ പ്രാണികളായിക്കോട്ടെ, കൂറയായിക്കോട്ടെ, അങ്ങനെയുള്ള ജന്തുക്കളെല്ലാം വരുന്നത് ഈ ഒരു ഹോൾസ് മുഖേനയാണ് കേട്ടോ. എത്ര നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ആ ഹോൾസിനുള്ളിൽ വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഹോൾസിലേക്ക് തന്നെ ആ ഒരു ചൂടോട് കൂടി തന്നെ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു മഞ്ഞൾപ്പൊടിയുടെയും നാരങ്ങയുടെയൊക്കെ സ്മെല്ല് കാരണം പ്രാണികളൊന്നും നമ്മുടെ കിച്ചണിലേക്ക് വരില്ല കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഒട്ടും ക്യാഷ് ചിലവില്ലാതെ വലിയവർക്കും ചെറിയവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെമഡിയാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.